സ്പൈസസിൽ ഏറ്റവും കൂടുതൽ പെസ്റ്റിസൈഡ്സ് അടിക്കുന്ന സാധനം എന്താണെന്ന് അറിയാം, അത് കാർഡമമാണ്. കാരണം അത് അടിക്കാണ്ട് കിട്ടാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ പെസ്റ്റിസൈഡ്സ് അടിക്കാണ്ട് ചെയ്യുന്ന ചില ഫാമേഴ്സ് ഉണ്ട്, വളരെ ചുരുക്കമുള്ളൂ. അങ്ങനെ ഒരാളാണ് സണ്ണിച്ചേട്ടൻ. അങ്ങനെയുള്ള ഫാമേഴ്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്താലാണ് നമുക്കും നല്ല ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. എൻ്റെ അടുത്ത് ചിലർ കടയിൽ വരുമ്പോൾ പറയും കാടമം വിഷം അടിക്കാണ്ട് കിട്ടിയില്ല, ചിന്തിക്കേ വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അതെ അതെ അതെ. സണ്ണിച്ചേട്ടാ ഇത് നമ്മുടെ ഫുള്ളി ഓർഗാനിക്. ഇതിനൊക്കെ എന്താ ചെയ്യുന്നത് ശരിക്കും? ഇതിനൊക്കെ വേറെ ഈ കൾച്ചറുകളൊക്കെയാ, അങ്ങനെയുള്ളതൊക്കെ മതി. ഈ ഏലക്ക കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര പാടാണ്. ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, കാരണം ഇതിന്റെയൊക്കെ ഇരട്ടി ഈൽഡ് കിട്ടേണ്ടതാണ്. പക്ഷെ നമ്മൾ ഇത് അങ്ങനെ നിർത്തിയേക്കുവാ. ശരി ശരി ശരി. കുറച്ച് മരുന്ന് പറ്റില്ല. അപ്പൊ ഇതിനകത്ത് ഞങ്ങൾ പിക്ക് ചെയ്ത് മാറ്റും. പക്ഷെ ഇതൊക്കെ ഉണ്ടോ, ഒന്നും ഇല്ലാത്തതുണ്ടോ? ഇത് നമുക്ക് ചെറിയ പോലെ വന്നതാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഏലക്കൊക്കെ ഇതൊന്നും ഇല്ലാണ്ടല്ലേ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഈ പണ്ട് സായിപ്പന്മാർ വന്ന സമയത്ത് ഈ സാധനം ഒന്നും ഇല്ലല്ലോ. ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിലല്ലേ ഇത് ശരിക്കും കിട്ടുള്ളൂ. കാരണം ഇപ്പൊ അടുത്ത പറമ്പിൽ വളരും ഈ വിഷം അടിച്ച സാധനം അടുത്ത ഇതിലേക്ക് മാറി കിട്ടണ. അതെ അതെ, ഇവിടെ ഇത് തന്നെ ഫുൾ ഐസൊലേറ്റഡ് ആണ്. പ്രദേശത്ത് ചെല്ലുമ്പം ഒരു മനുഷ്യനെ പറ്റി പറയും ആൾക്കാർ, അതാണ് സായിപ്പ് പറയുന്നത് ട്രേസബിലിറ്റി എന്ന് പറയുന്നത്. ആരാ ചെയ്യുന്നത്? അല്ല, ജെനുവിൻ ആൾക്കാർ വാങ്ങിക്കാന്നുള്ളതാണ് അതിന്റെ. മരുന്നിന് വേണ്ടിട്ടെന്ന് പറഞ്ഞാൽ നമ്മളോട് മേടിക്കും. നമ്മളോട് ആൾക്കാരും അവർക്കറിയാം നമ്മളെ